27 നക്ഷത്രങ്ങളിൽ 26-ാമത്തേതായിട്ടാണ് ഉത്രട്ടാതി നക്ഷത്രം വരുന്നത്. 2025 മാർച്ച് 29 മുതൽ 2027 ജൂൺ 3 വരെ ഉത്രട്ടാതി ജന്മനക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് 2025 ശനി സംക്രമണത്തിൽ ശുഭകരമായ ഒരു കാലഘട്ടം അനുഭവപ്പെടാം. ഈ നക്ഷത്രത്തിൽ ശനി ഭരിക്കുമ്പോൾ അവർക്ക് വർദ്ധിച്ച സമാധാനം, സന്തോഷം, ആത്മവിശ്വാസം, സ്ഥിരത എന്നിവ അനുഭവപ്പെടും. അതോടൊപ്പം ശക്തമായ ആരോഗ്യവും ഉയർന്ന ഉന്മേഷവും ലഭിക്കും. 2025 മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെയുള്ള വ്യാഴത്തിൻ്റെ സംക്രമണം ജന്മനക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലെ വ്യക്തികൾക്ക് വർദ്ധിച്ച അംഗീകാരത്തിനും വളർച്ചയ്ക്കുമുള്ള അവസരങ്ങൾ നൽകുന്നു. ഇത് വ്യക്തിപരവും തൊഴിൽപരവുമായ മേഖലകളിൽ ഗണ്യമായ പുരോഗതിക്ക് കാരണമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിനെ ഉത്തരഭദ്രപാദ നക്ഷത്രമെന്നും പറയപ്പെടുന്നുണ്ട്. ഒടുവിലത്തെ സന്തോഷകരമായ പാദങ്ങൾ എന്നാണ് ഇതിനർത്ഥം. മീനൻ രാശിയിലാണ് ഇത് വരുന്നത്. ഇത് ആഴത്തിലുള്ള ജ്ഞാനം, ആത്മീയത, ആന്തരിക സത്യത്തിൻ്റെ പിന്തുടരൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രത്തിൻ്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ ഉത്രട്ടാതി നക്ഷത്രത്തിന് വേദജ്യോതിഷത്തിൽ ആഴമേറിയതും നിഗൂഢവുമായ ഒരു സ്ഥാനമുണ്ട്. സത്യം, ജ്ഞാനം, ആത്മീയത, പ്രബുദ്ധത എന്നിവ തേടിക്കൊണ്ട് അസ്തിത്വത്തിൻ്റെ നിഗൂഢതകളിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള മനുഷ്യൻ്റെ കഴിവിനെ ഇത് പ്രതീകപ്പെടുത്തുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രതീകം ഒരു ശവകുടീരത്തിൻ്റെയോ സർപ്പത്തിൻ്റെയോ പിൻകാലുകളാണ്. ഇത് ഭൗതിക ജീവിതത്തിൻ്റെ അവസാനം, പരിവർത്തനം, ആത്മീയ സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ആത്മീയ വശത്തു നിന്ന് നോക്കുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രം വ്യക്തികളെ അവരുടെ ആന്തരിക ജ്ഞാനത്തെ സ്വീകരിക്കാനും ദിവ്യബോധത്തെക്കുറിച്ചുള്ള ധാരണയിലൂടെ സത്യവും ജ്ഞാനവും പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പലപ്പോഴും ആത്മീയ അധ്യാപനം, കൗൺസിലിംഗ്, ഗവേഷണം എന്നിവയുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ മികവ് പുലർത്തുന്നവരാണ്. ആഴത്തിലുള്ള ഉൾക്കാഴ്ച, മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ എന്നിവ ആവശ്യമുള്ള തൊഴിലിനും അവർ വിജയം കണ്ടെത്തിയേക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർ അവരുടെ ആകർഷകമായ വ്യക്തിത്വം, ജ്ഞാന സ്വഭാവം, സത്യത്തിനും ജ്ഞാനത്തിനും വേണ്ടിയുള്ള അന്വേഷണം എന്നിവയാൽ അറിയപ്പെടുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ധൈര്യവും ആത്മവിശ്വാസവും നിറഞ്ഞ സ്വഭാവമുള്ളവരാണ്. അവർ നേതൃഗുണങ്ങൾ കാണിക്കുന്നവരും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്കാരുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. നേതൃഗുണങ്ങൾ കാരണം ഉയർന്ന പദവിയിലേക്ക് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. നല്ല ആരോഗ്യപ്രകൃതമുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ. എന്നാൽ ചിലർക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ രക്തസമ്മർദ്ദം സംബന്ധിച്ച പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വിവാഹ ജീവിതം സാധാരണയായി സുഖകരമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹവും സമാധാനവും നിലനിൽക്കും. എന്നാൽ ചിലപ്പോൾ അധികാര സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. ധനസമ്പാദനത്തിലുള്ള അവസരങ്ങൾ ധാരാളം ലഭിക്കും. എന്നാൽ ചിലപ്പോൾ അധിക ചെലവുകൾ കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഞായറാഴ്ച ക്ഷേത്ര ദർശനത്തിന് അനുകൂലമായ ദിവസമാണ്. മാണിക്യമാണ് അനുകൂലമായ രത്നം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ വിജയങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം വളരെ കാര്യക്ഷമവും മാനസികവുമായി പ്രതിഫലദായകവുമായ ഫലങ്ങൾ നേടുന്നതിന് നിരന്തരം കഠിനാധ്വാനം ചെയ്യേണ്ടത് നിർണായകമാണ്. ഗ്രഹങ്ങളുടെ പിന്തുണ നിങ്ങളുടെ വിജയത്തിനും സമ്പത്തിനും ഉറപ്പു നൽകുന്നു. വർഷത്തിൻ്റെ തുടക്കത്തിൽ ഉയർന്ന തോതിൽ വികാരങ്ങൾ ഉയരും. നിങ്ങൾ അവിവാഹിതനെങ്കിൽ പുതിയ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഉടൻ കണ്ടേക്കാം. 2025 മാർച്ച് മാസത്തിൽ വരുന്ന ശനിമാറ്റം ജന്മശനി ആരംഭമാണ്. വളരെ പ്രതികൂല സ്ഥിതിയായിരിക്കും. ഈ സമയത്ത് ജാതക ഗണനം നടത്തി വേണ്ടുന്ന പരിഹാരക്രിയകൾ നടത്തുന്ന പക്ഷം വലിയ ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാം. സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ദശകളിൽ ദോഷപരിഹാരം അനിവാര്യമാണ്. ഈ ദശകളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ശാസ്താവ് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപതിയാണ്. അതിനാൽ ശാസ്താപ്രീതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ശാസ്താവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശനീശ്വരനെ വണങ്ങുന്നത് ഏറെ ഗുണകരമാണ്. എള്ളെണ്ണ ദീപം തെളിയിക്കുക. ഉത്രട്ടാതി നക്ഷത്രം വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്. അതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്.
വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന വയോജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷ്യധാന്യങ്ങൾ, പഞ്ചസാര, അരി, പാൽ, വസ്ത്രങ്ങൾ, മറ്റു അവശ്യ വസ്തുക്കൾ എന്നിവ ദാനം ചെയ്യുന്നതും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ അകറ്റാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.